അങ്ങനെ കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ ആശ്വാസമായി. ജമായത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ UDF തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP നേതാവ് CP ജോൺ സൈദ്ധാന്തികമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഭൂരിപക്ഷ വർഗീയത പോലെ അപകടകരമല്ലത്രേ ജോണിന് ന്യൂനപക്ഷ വർഗീയത, സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് സാരം. പ്രിയപ്പെട്ട ജോൺ സാറേ, ന്യൂനപക്ഷ വർഗീയത നാടിന് അപകടം തന്നെയാണ്. കാരണം പറഞ്ഞു തരാം. 1994 ഡിസംബർ 4 തൃശൂർ തൊഴിയൂരിലെ RSS കാര്യവാഹക് സുനിൽ കുമാറിനെ വെട്ടിക്കൊന്ന സംഭവം ജോൺ സാറിന് ഓർമ്മയുണ്ടോ? UDFന്റെ ഭരണകാലമായിരുന്നു. കേസിൽ പ്രദേശത്തെ പ്രധാന CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരിൽ ബിജി, ബാബുരാജ്, റഫീഖ്, ഹരിദാസൻ എന്നിവരെ വിചാരണ കോടതി ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചു. 4 വർഷത്തോളം അവർ ജയിലിൽ കഴിഞ്ഞു. അപ്പീലിന്മേൽ ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കി. അവരെ തെറ്റായി പ്രതിചേർത്തതാണെന്ന് കണ്ടെത്തി കേസ് പുനരന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മൊയ്നുദ്ദീനെ അറസ്റ്റ് ചെയ്തത് 2019 പിണറായി സർക്കാരിന്റെ പോലീസ്. തുടർന്ന് മലപ്പുറം ചെമ്പ്രശ്ശേരി സ്വദേശി ഉസ്മാൻ, തൃശൂർ അഞ്ചരങ്ങാടി സ്വദേശി യൂസഫ് അലി എന്നിവരും അറസ്റ്റിലായി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. കൊലപാതകം ആസൂത്രണം ചെയ്തത് ജംഇയ്യത്തുൽ ഇസ്ഹാനിയ എന്ന തീവ്രവാദ സംഘടന. ഇതടക്കം ആ സംഘടന നടത്തിയത് 7 കൊലപാതകങ്ങൾ. പാലക്കാട് കൊല്ലങ്കോട്ട് മണി, മലപ്പുറം വളാഞ്ചേരി താമി, തൃശൂർ വാടാനപ്പള്ളി രാജീവൻ, ആ കേസിൽ സാക്ഷിയായിരുന്ന ഉദയകുമാർ, മലപ്പുറം കൊളത്തൂർ മോഹനചന്ദ്രൻ, മതിലകം സന്തോഷ് തുടങ്ങിയവരെയൊക്കെ ഈ ഭീകര സംഘടനയാണ് കൊലപ്പെടുത്തിയത്. തെളിവില്ലെന്ന് കരുതി അന്വേഷണം ഉപേക്ഷിച്ചവയായിരുന്നു പല കേസുകളും. പലരെയും കൊലപ്പെടുത്തിയത് വാഹനാപകടമെന്ന് തോന്നിപ്പിക്കും വിധം ജീപ്പ് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി തലയ്ക്കടിച്ചു കൊലപ്പെടുത്തും. അതായിരുന്നു രീതി. ഈ കേസുകളിലെ എല്ലാം ഒന്നാം പ്രതി സെയ്ദലവി അൻസാരി ഇപ്പോഴും വിദേശത്തെവിടെയോ ഒളിവിലാണ്. ചെറിയൊരു വാക്കുതർക്കമാണ് തൊഴിയൂർ സുനിലിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. വാടാനപ്പള്ളി രാജീവിനെ കൊലപ്പെടുത്തിയത് ഒരു മുസ്ലിം സ്ത്രീയുമായി ഒരുമിച്ച് താമസിച്ചതിന്റെ പേരിൽ. നിസാരമായ തർക്കങ്ങൾ മുതൽ സദാചാര കുറ്റം ആരോപിച്ചു വരെ ക്രൂരമായ കൊലപാതകങ്ങൾ. എന്തൊരു സുഖമല്ലേ! നിർബാധം കൊലപാതകങ്ങൾ നടത്തുക, ഒളിച്ചിരിക്കാൻ സ്വദേശത്തും വിദേശത്തും ഇടം കിട്ടുക, തങ്ങൾ ചെയ്ത കൊലപാതകത്തിന്റെ കുറ്റം മറ്റുള്ളവരിൽ ചാർത്തപ്പെടുന്നതും ക്രൂരമായ ഭേദ്യം ചെയ്യലിലൂടെ അവർ കുറ്റം സമ്മതിക്കുന്നതും കള്ളത്തെളിവുകളെയും കള്ളസാക്ഷികളെയും വിശ്വസിച്ച് കോടതി നിരപരാധികളെ ശിക്ഷിക്കുന്നതും കണ്ട് കാണാമറയത്തിരുന്ന് ഊറിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭീകരത കേരളത്തിന്റെ കണ്ണിൽ തുളച്ചിട്ടുണ്ട് മിസ്റ്റർ CP ജോൺ. SDPIയും പോപ്പുലർ ഫ്രണ്ടും NDFും നടത്തിയ കൊലപാതകങ്ങളും CP ജോൺ വ്യാഖ്യാനിക്കുന്ന ലാഘവത്തോടെ കാണാനാവില്ല. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിലാണ്. തൃശൂർ തിരുവില്വാമലയിൽ അനിസ്ലാമികമായ ചികിത്സ നടത്തിയെന്നാരോപിച്ചാണ് വൃദ്ധനായ മുഹമ്മദ് ഉപ്പാപ്പ എന്ന സിദ്ധനെ കൊലപ്പെടുത്തിയത്. ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് SDPIക്കാർ യൂത്ത് ലീഗ് പ്രവർത്തകനായ പുത്തലത്ത് നസീറുദ്ദീന്റെ ജീവനെടുത്തത്. പുന്നയിൽ നൌഷാദ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയതും ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിനിടയിലല്ല. സ്വൈര ജീവിതം കൊതിക്കുന്ന ജനങ്ങൾക്ക് ഈ സംഘടനകളും കൊലപാതകങ്ങളുമൊക്കെ ഭീഷണി തന്നെയാണ് CP ജോൺ സാറേ. മതവിധി പ്രകാരമുള്ള വധശിക്ഷ നടപ്പാക്കാൻ കൊലയാളി സംഘത്തെ പരിശീലിപ്പിച്ച് നിർത്തിയിരിക്കുന്നതും അവരുടെ മാരകമായ പ്രഹരശേഷി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തുന്നതുമൊക്കെയാണ് CP ജോണും UDFും നിസ്സാരവൽക്കരിക്കുന്നത്. ഈ സംഘടനകളെ ഒപ്പം ചേർത്തുകൊണ്ടാണത്രേ UDF ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാനിറങ്ങുന്നത്. RSSനെ പോലെ കാണേണ്ടവരല്ലത്രേ ഈ ഭീകര സംഘടനകൾ. ഇവരെ കൂട്ടുപിടിച്ച് കേരള ഭരണം സ്വപ്നം കാണുകയാണ് UDF. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ സദാചാര കൊലപാതകങ്ങൾക്കും അനിസ്ലാമികമെന്ന് വിധിച്ചു നടപ്പാക്കുന്ന വധശിക്ഷകൾക്കും പിന്നെ ജംഇയ്യത്തുൽ ഇസ്ഹാനിയെ പോലുള്ള സംഘടനകൾ നടത്തുന്ന കൊട്ടേഷൻ കൊലപാതകങ്ങൾക്കും ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണം. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നു എന്ന പേരിൽ ദുരൂഹമായ കൊലപാതകങ്ങൾ നടത്താം. ആ കുറ്റം നിരപരാധികളായ DYFIക്കാരുടെയും CPMകാരുടെയും ചുമലിൽ ചാർത്താം. അങ്ങനെ കേരളം ഭരിക്കാമെന്ന് സ്വപ്നം കാണുകയാണ് CP ജോണും UDFും. SFIയിലും DYFIയിലും CPMലും പ്രവർത്തിക്കുന്നത് ദീനിൽ നിന്ന് പോകുന്നതിന് തുല്യമാണെന്ന ലീഗ് നേതാവ് ആയത്തുള്ള ഷാജിയുടെ ഫത്വ മാളത്തിൽ കഴിയുന്ന ജംഇയ്യത്തുൽ ഇസ്ഹാനിയക്കാർക്ക് ഇരകളെ സ്കെച്ച് ചെയ്യാനുള്ള ആഹ്വാനമായും വായിക്കാം. അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. DYFIയുടെ കൊടി പിടിച്ച് മുന്നോട്ട് വന്ന ഒരുത്തനെ നിങ്ങൾ പരിശോധിച്ചോ? സദാചാര കൊലപാതകങ്ങൾ നടത്തിയ ജംഇയ്യത്തുൽ ഇസ്ഹാനിയയുടെ പ്രഹരശേഷിയിലുള്ള വിശ്വാസവും ഉന്മാദവുമാണ് മുഹമ്മദ് റിയാസിന്റേത് വിവാഹമല്ല വ്യഭിചാരമാണെന്ന് പൊതുവേദിയിൽ ആക്രോശിച്ച അബ്ദുറഹ്മാൻ കല്ലായിയുടെ കണ്ണിൽ മിന്നിയത്. ഇത് വിവാഹമാണ്, വ്യഭിചാരമാണ്, സിനയാണ്.
ഇവർക്കൊക്കെ കേരള ഭരണം പകുത്തു നൽകാൻ സിദ്ധാന്തമുണ്ടാക്കാൻ ശ്രമിക്കുന്ന CP ജോൺ സ്വന്തം അധപ്പതനത്തിന്റെ ആഴമാണ് പൊതുദർശനത്തിന് വെക്കുന്നത്.